ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മറുടെ പരിക്ക് ആരാധകരെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമാണ്. എന്നാൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. വേൾഡ് കപ്പിനെ തൻ്റെ ഈ പരിക്ക് ബാധിക്കില്ല എന്നുള്ളത് നെയ്മർ ഇന്ന് പറയുകയും ചെയ്തിരുന്നു. അത് ആശ്വാസം നൽകിയ ഒരു കാര്യമാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ നെയ്മർക്ക് വിശ്രമം ആവശ്യമായി വരും. ഈജിപ്ത്, പനാമ എന്നിവർക്കെതിരെ ബ്രസീൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ആ മത്സരങ്ങളിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഏതായാലും നെയ്മറുടെ പരിക്കിനെ കുറിച്ച് സാന്റോസിന്റെ പരിശീലകനായ കൂക്കയോട് ഇന്ന് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. നെയ്മർ ഇംപ്രൂവ് ആയി വരികയാണ്. ഇനിയിപ്പോ ബ്രസീലിന്റെ ടീം ഡോക്ടറായ റോഡ്രിഗോ ലാസ്മറുടെ കൈകളിലാണ് എല്ലാം ഉള്ളത് എന്നാണ് കൂക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓരോ ദിവസം കൂടുന്തോറും നെയ്മർ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ടീം ഡോക്ടറായ റോഡ്രിഗോ ലാസ്മറുടെ കൈകളിലാണ് ഇനിയെല്ലാം ഉള്ളത്. നെയ്മർക്ക് ലഭിക്കേണ്ട എല്ലാ ചികിത്സകളും ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും അദ്ദേഹം മെച്ചപ്പെട്ട് വരികയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി നെയ്മർക്ക് വേണ്ടിവരും. അത് ബ്രസീലിൽ നെയ്മർക്ക് ലഭിക്കും. ഇതാണ് ഇപ്പോൾ കൂക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് കുറച്ച് ദിവസം കൂടി നെയ്മർക്ക് ഒരു വിശ്രമം ആവശ്യമായി വരും. അത് ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വരുന്ന തിങ്കളാഴ്ച പുലർച്ചെയാണ് ബ്രസീലിന്റെ ആദ്യ സൗഹൃദ മത്സരം നടക്കുക. എതിരാളികൾ പനാമയാണ്. അന്നേ ദിവസം പുലർച്ചെ 3 മണിക്കാണ് ഈ മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.